ഉണ്ടല്ലോ നമുക്കൊരു 6 മാസമൊക്കെ ആകുമ്പോഴാണ് നന്നായി കുറച്ചൊരു അനക്കം ഫീൽ ചെയ്യുക. ആദർശ വീട്ടുകാരെവിടെ? ആകെയുള്ള സീൻ വെച്ചാൽ ലോങ് ഡിസ്റ്റൻസ് ആയ കാരണം എല്ലാവർക്കും വരാൻ പറ്റും എന്നുള്ളതാണ് എനിക്ക് ആകെയുള്ള ഒരു. പിന്നെ പറഞ്ഞാല് ഭാവമായി കഴിഞ്ഞാൽ 28 നമ്മൾ പരിപാടി വേറെ നടത്തണല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നത് ഇത് കുറച്ച് കസിൻസിനൊക്കെ വിളിച്ചിട്ട് ചെറിയൊരു പരിപാടി. ഡോഗിന് എന്താ അമ്മി എന്ന് പേരിടാൻ കാരണം മാളു എന്റെ ആദുവിനെ കുറിച്ച് 2 വാക്ക് പറയൂ. ഓരോന്ന് വായിക്കുക എന്നിട്ട് പറയാം. ഡോഗിന് ആമീന്ന് പേരിടാൻ കാരണം എന്താ എനിക്കും അറിയില്ല. ഞാൻ ആദർശേട്ടനെ തോന്നി ആദർശേട്ടൻ ഫസ്റ്റ് വിളിച്ച പേര് ആമീന്നായിരുന്നു. പിന്നെ ഞങ്ങൾ എക്സിന്റെ ഒരു ആമിയൊന്നല്ല കേട്ടോ, അതേ പറയാ. അടുത്ത വായിച്ചോ. മാളു എന്റെ ആദുവിനെ കുറിച്ച് 2 വാക്ക് പറയൂ. ആദർശ് ഇപ്പൊ എന്നേക്കാൾ വലിയ ബഡ്ഡീസ് വരാൻ കേട്ടോ. മാളു എന്ന് പറയുമ്പോ എന്റെ സ്വന്തം ആദ്യം അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ. നമ്മള് ചെറുപ്പം തൊട്ടേ മാളുവിനെ ഇപ്പൊ നമ്മൾ എങ്ങനെ വെച്ചാ ഇത് എന്താ പറയാ ചെറുപ്പം തൊട്ടേ എടുത്തെടുത്ത് നടന്ന് ഞാനും മാളും തമ്മിൽ ഏതാണ്ട് 6-7 വയസ്സിന് വ്യത്യാസമുണ്ട്. പിന്നെ അല്ലാതെ 8 വയസ്സിന് വ്യത്യാസമുണ്ട്. അപ്പൊ അതിന്റേതായി ലോകം കണ്ട ഒരാളാണ് മാളു. ആദുളെക്കാളും മാളുവിനെക്കാളും ലോകം കണ്ട അവറ്റേനെ ഇങ്ങനെ പറയണതാണ് ആദർശന്റെ മെയിൻ ഹോബി ട്ടാ. പറഞ്ഞ ആദുവിനോട് ദേഷ്യായി. പക്ഷെ ആദർശയുടെ എന്തൊരു ആവശ്യത്തിന് വിളിച്ചാലും ഓടി എത്തിട്ട് 2 പേരും. ആദർശയുടെ മാത്രമല്ല ഞാൻ വിളിച്ചാലും അവരൊക്കെ ഉള്ള കാരണമാണ് എനിക്ക് ഇത്രയും ഇവിടെ ഒരു ഇത്. ഇപ്പൊ 2 എണ്ണത്തിനും എക്സാം ആവാറായിട്ടുണ്ട്. അത് കാരണമാണ് വീഡിയോയിലൊന്നും അധികം വരാത്തേട്ടാ. ആയിരിക്കും മറക്കാൻ കഴിയാത്തത് എന്തെങ്കിലും സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടോ ആരുടെയെങ്കിലും അടുത്ത് നിന്ന്? തീർച്ചയായിട്ടും അങ്ങനെയല്ല കേട്ടോ. നമ്മളതിനെ ഇതായിട്ടല്ല. എനിക്ക് യൂട്യൂബിൽ നിന്ന് തന്നെ എനിക്ക് എന്നെ മെന്റലി ഭയങ്കരമായിട്ട് ഡൗൺ ആക്കി. പറയും ഈ വീഡിയോ ഇട്ടോ, പക്ഷെ അതിന്റെ കമന്റ് നോക്കിയിട്ട് കുത്തിരുന്ന് കരയാൻ നിൽക്കരുത്, അല്ലെ സെറ്റ് ആവാൻ നിൽക്കരുത് പറയും. ചില നേരത്ത് ഇവള് വിഷമാവും, ചില നേരത്ത് ഇവളെ ഭയങ്കര പോസിറ്റീവ് ആയിരിക്കും, ഞാനൊക്കെ ഡൗൺ ആവും. ഇത് ഞങ്ങൾ മറ്റേ വെള്ളി നക്ഷത്രത്തിൽ ജഗദീഷും ഇല്ലേ, ഇവളെ കരയുമ്പോൾ ഞാൻ ചിരിക്കും ഇവളെ കരയും. ഞാൻ കുത്തിരുന്നിട്ടാ അങ്ങനെയുണ്ട്. എനിക്ക് ആ ഒരു സംഭവം എനിക്ക് മറക്കാൻ പറ്റില്ല. കാരണം ഒരു 3 മന്ത് വരെ ഞാൻ ഇതുപോലെ പ്രഷർ കൂടിയിട്ടും കുറഞ്ഞിട്ടും കുറെ വട്ടം ഹോസ്പിറ്റലായിട്ടുണ്ട്. അതൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇല്ലാന്ന് ഞാൻ നുണ പറയുന്നില്ല. സൂര്യ ചേച്ചി ആൻഡ് ഫാം, നിങ്ങൾ അച്ഛൻ അമ്മ ഒക്കെ ആയി ട്രിപ്പ് പോവാറുണ്ടോ അല്ലെങ്കിൽ ആഗ്രഹമുണ്ടോ ആഫ്റ്റർ ഡെലിവറി ഒക്കെ? സത്യം പറഞ്ഞാൽ എനിക്ക് ഞാൻ അവളോട് ഇങ്ങനെ പറയും, ഇവളിനോട് ഇങ്ങനെ ഇടയ്ക്ക് ചോദിക്കും കല്യാണം കഴിഞ്ഞിട്ട് എവിടെ കൊണ്ടുപോയി നമ്മൾ വലിയ ട്രിപ്പൊന്നും പോയില്ല. പക്ഷേ എങ്കിൽ എങ്ങനെ ഇടയിൽ കറങ്ങാനൊക്കെ ചുമ്മാ പോകുന്നല്ലാണ്ട്. പക്ഷേ ഡെലിവറി കഴിഞ്ഞ് വാവയ്ക്കൊരു സ്റ്റേബിൾ ആയി കഴിഞ്ഞിട്ട് നമുക്ക് എല്ലാവർക്കും കൂടി പോകണം എന്നുള്ളതിൻ്റെ ഒരു വലിയ ആഗ്രഹം. കാരണം ഇടയ്ക്കൊക്കെ നമ്മൾ ട്രിപ്പ് പോകണം. എവിടേക്കും പോയില്ലെന്നല്ല, എവിടെയൊക്കെ അമ്പലത്തിൽ. ഇതിപ്പോ മിക്കവാറും അമ്പല ദർശനം തന്നെയാവും മിക്കതും. എനിക്ക് അതാ തോന്നുന്നത്. ട്രിപ്പും പോകും. ഫുഡ് ക്രേവിങ്സ് ഉണ്ടോ? എനിക്ക് ക്രേവിങ്സ് ഇടയ്ക്കൊരു ചോദ്യം, ബർഗർ അതിപ്പോഴാണ് 2 ദിവസമായിട്ടുള്ള ചോദിക്കാൻ തുടങ്ങിയിട്ട്. ബർഗർ ഒന്ന് കഴിക്കാൻ പറ്റും എനിക്കറിയട്ടെ. ഞാൻ ChatGPT ചോദിച്ചപ്പോൾ അത് വളരെ ശുദ്ധമായ സ്ഥലത്ത് നിന്ന് വാങ്ങണം, അങ്ങനെ ചെയ്യണം, നല്ലോണം വേവണം എന്തൊക്കെയോ പറഞ്ഞാണ്. അപ്പൊ എനിക്ക് ക്രേവിങ്സ് ഉണ്ടായിരുന്നില്ല. എനിക്ക് മാങ്ങ ഉപ്പിലിട്ട് അങ്ങനെ എനിക്ക് ഫുഡേ വേണ്ടായിരുന്നു. ഛർദി എന്നൊക്കെ ആയിട്ട് ക്രേവിങ്സ് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. 2 ദിവസമായിട്ടുള്ളൂ ഞാൻ ചേട്ടയ്ക്ക് ബർഗർ വാങ്ങിച്ചിരുന്നു പറയാൻ തുടങ്ങിയിട്ട്. പക്ഷെ ഇതുവരെയ്ക്ക് വാങ്ങിച്ചു തന്നിട്ടില്ല. കഴിക്കണ്ട, അങ്ങനെ അതിറ്റാലൊന്നും കഴിക്കരുത്. യൂട്യൂബിൽ നിന്ന് ഫസ്റ്റ് ഏർണിങ്സ് കിട്ടിയത് എപ്പോഴായിരുന്നു? എന്തായിരുന്നു ഫീലിങ്സ്? യൂട്യൂബിൽ നിന്ന് കിട്ടിയത് കഴിഞ്ഞ നമ്മുടെ ആനിവേഴ്സറിയുടെ സമയത്ത്. സത്യം പറഞ്ഞാൽ യൂട്യൂബ് ഒന്ന് സെറ്റ് ആയിട്ട് നമ്മള് പിന്നെ അധികം നോക്കിയില്ല. സത്യം പറഞ്ഞാല് നമുക്ക് ആക്ഷൻ ബ്ലോക്ക് കിട്ടി. 1 വർഷം കഴിഞ്ഞിട്ടും ഞാൻ അതിന് അപ്പീൽ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. നമ്മളൊന്നും ചെയ്യാറില്ല. പിന്നെ എന്താ സെറ്റ് ചുമ്മാ അങ്ങനെ ചെയ്ത് തുടങ്ങി. പിന്നെ എല്ലാരും സ്നേഹത്തോടെ ഭയങ്കര മെസ്സേജും കാര്യങ്ങളൊക്കെ ആയപ്പോ പിന്നെ അതൊരു ഇഷ്ടമായി തുടങ്ങി. പിന്നെ നമുക്ക് ഏർണിങ്സ് ഉണ്ട് കേട്ടോ. ഏർണിങ്സ് കിട്ടുമ്പോൾ നമുക്ക് അത് നമ്മുടെ ആവശ്യത്തിലേക്കൊക്കെ നടക്കും. എല്ലാം ഒരിക്കലും അങ്ങനെ ഏർണിങ്സ് കിട്ടുന്ന വിചാരിച്ച് തുടങ്ങിയ ചാനലേ അല്ല. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഞാൻ വെറുതെ ഇൻസ്റ്റയിൽ റീൽസ് ഇടുമ്പോൾ അതേ സെയിം റീൽസ് യൂട്യൂബിൽ വെറുതെ എടുത്തിട്ട് തുടങ്ങിയതാ. പക്ഷെ അത് പെട്ടെന്ന് മില്യൺ അടിച്ച് മോണിറ്റൈസേഷൻ ആയി ഒക്കെ പെട്ടെന്നായിരുന്നു. പക്ഷെ അതിന്റെ ഇടയിലേക്ക് കോപ്പിറൈറ്റ് ഇല്ല, ആക്ഷൻ ബ്ലോക്ക് കിട്ടി. പിന്നെ അതങ്ങനെ ഇട്ട് പിന്നെ ഇപ്പൊ നമ്മളങ്ങനെ പിന്നെ എനിക്ക് വീഡിയോ ഇടാനൊന്നും പറ്റുന്നില്ല. തീരെ വയ്യാത്ത കാരണം ഭയങ്കര മടിയപ്പോ വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഏർണിങ്സ് കിട്ടിയ സമയത്ത് ഭയങ്കര സന്തോഷമായിരുന്നു. നമ്മൾ ഷൂ ഒക്കെ വാങ്ങിച്ച് നമ്മൾ അതിന്റെ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ഞങ്ങൾ പുറത്ത് പോയി കുറച്ചുകൂടെ. എത്ര മന്ത് ആയപ്പോഴാണ് ബേബിക്ക് അടക്കം വെച്ചത്? എനിക്കിപ്പോ 5th മന്തായി. 5th മന്ത് കഴിയാറായി. ഇതുവരെ ഒന്നും ആയിട്ടില്ല. അതാ ചോദിച്ച, പ്ലീസ് റിപ്ലൈ. നമ്മള് ഫസ്റ്റത്തെ ഡെലിവറി വെച്ചിട്ടുണ്ടല്ലോ, നമുക്കൊരു 6 മാസമൊക്കെ ആകുമ്പോഴാണ് നന്നായി കുറച്ചൊരു അനക്കം ഫീൽ ചെയ്യുക. എനിക്കും അതെട്ടാ. എനിക്ക് അങ്ങനെ പക്ഷെ അതല്ല, ഡോക്ടറും പറഞ്ഞു എത്രയാ 24ാമത്തെ ആഴ്ചയൊക്കെ തൊട്ടിട്ടാണ് 24-25 ആഴ്ചയിലാണ് നമുക്ക് ഫസ്റ്റ് ഡെലിവറിക്കുള്ള അനക്കമൊക്കെ കറക്റ്റ് നമുക്ക് ഫീൽ ചെയ്യുക. പക്ഷെ അതിന് മുന്നേ എനിക്കുണ്ടല്ലോ ഇങ്ങനെ വയറുമ്പോ നോക്കിയ ഒരു ഇപ്പോൾ ഓർമ്മയുണ്ട്
ഒരു 6ാമത്തെ ആഴ്ചയിൽ ഇങ്ങനെ വയറുമ്പേക്ക് നോക്കിയാൽ ഇങ്ങനെ ഒരു മിടിപ്പിന്റെ ഒരു ഡ്രസ്സ് ഇങ്ങനെ പൊന്താതാവുക ആ ഒരു സാധനം നടന്നു. പക്ഷെ ഉള്ളിൽ ഫീൽ ചെയ്യില്ല, അങ്ങനെ ഫീൽ ചെയ്യില്ല, പക്ഷെ നമുക്ക് കാണാൻ പറ്റും. നമുക്ക് ഞരമ്പൊക്കെ തുടിക്കില്ലേ, അതേപോലെ വയറിങ്ങനെ ടിങ് ടിങ് ഇങ്ങനെ പറഞ്ഞിങ്ങനെ അടിച്ചിടുന്നു. അത് പേടിക്കേണ്ട ആവശ്യമില്ല. പേടിക്കേണ്ട ആവശ്യമില്ല. അതൊക്കെ നമുക്ക് ഡോക്ടർ അടുത്ത് പോയതിന്റെ ശേഷം സ്കാനിങ്ങിൽ തന്നെ കറക്റ്റ് കാണാൻ പറ്റുമല്ലോ. ഇപ്പൊ നമ്മളിപ്പോ ചവിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ പോയി നോക്കുമ്പോണ്ട് ആളുള്ള കുത്തിരി നല്ല കളി ഇരിക്കുന്നുണ്ട്, പുറത്തേക്ക് അറിയില്ല. എനിക്കറിയില്ല. അപ്പൊ പേടിക്കണ്ട കേട്ടോ, അത് നോർമലാണ്. ഞാൻ കുറെ പേര് എടുത്ത് ചോദിച്ചു എനിക്ക് പേടിയായിട്ട്. അപ്പൊ എല്ലാരും പറയുന്നത് ഞാനൊരു 7-8 മാസമൊക്കെ തുടങ്ങുമ്പോഴാണ് നന്നായിട്ട് അനക്കൊക്കെ ഫീൽ ചെയ്യാന്ന്. അത് പേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻസ്. ആദർശേട്ടൻ ദേഷ്യക്കാരനാണോ? ആദർശേട്ടന്റെ ജോബ് ആയിരിക്കും വളക്കാപ്പ് നടക്കുന്നത്. ബാക്കി 2ത്തിന്റെ ക്വസ്റ്റ്യൻസിന്റെ നമ്മൾ ആൻസർ ചെയ്തു. ആദർശേട്ടൻ ദേഷ്യക്കാരനാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞു വെച്ചെങ്കിൽ ഈ കാരണം ആദർശേട്ടൻ നല്ല ദേഷ്യം പിടിച്ചിട്ടുള്ള ആദർശേട്ടൻ പാവാണ്. പക്ഷെ ലിമിറ്റ് പൊട്ടി കഴിഞ്ഞു വെച്ചെങ്കിൽ നമ്മൾ ഏത് വഴിക്ക് ഓടണ്ടെന്ന് എനിക്കറിയില്ല. നന്നായിട്ട് ദേഷ്യപ്പെടും. പിന്നെ നന്നായിട്ട് പൊട്ടി നന്നായി ദേഷ്യപ്പെടുകയും ചെയ്യും, സ്വയം വേദനിപ്പിക്കുകയും ചെയ്യും. സ്വയം വേദനിപ്പിക്കൂ, ദേഷ്യം പിടിച്ച് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. പണ്ടത്തെ പോലെ ഒന്നല്ലല്ലോ, ഇപ്പൊ നിയമങ്ങളൊക്കെ മാറിയില്ലേ. ഇപ്പൊ നമ്മള് എന്ത് ചെയ്താലും ഒന്നുമില്ല, 2 ഒച്ചട്ടാ തന്നെ അവർക്ക് കേസ് കൊടുക്കാൻ പറ്റില്ലല്ലോ. കൺട്രോൾ ചെയ്യാൻ വേണ്ടിട്ട് ഞാൻ ചുമർ 2 ഇടിക്കും, കൈന്റെ എല്ലൊക്കെ പൊട്ടും, പിന്നെ റെസ്റ്റ് ചെയ്യിക്കും. ഫാമിലി അങ്ങനത്തെ കുറെ കമന്റ്സ് അല്ലാതെ ഒരുപാട് പേര് ഇട്ടിട്ടാ. 208 നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കാനല്ല, കൂടുതൽ ആൾക്കാർ നമ്മളോടത്തില്ലേ എനിക്ക് അങ്ങനെ ഇട്ട ഫീൽ ചെയ്ത പ്രാർത്ഥനയിൽ എന്നും ഉണ്ട് എന്നൊക്കെ പറയുമ്പോണ്ടല്ലോ ഒരു ഫീലാ. കുറെ അങ്ങനത്തെ കമന്റ്സ് വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ കാണാൻ പറ്റൂട്ടാ. 208 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻസ് അല്ല, കുറച്ച് ക്വസ്റ്റ്യൻസും കുറെ ഇതുപോലത്തെ ഓരോ ഇതായിരുന്നു. എത്ര മാസമാണ് ഇപ്പോൾ ചേച്ചി? എനിക്കിപ്പോ 9th മുതൽ സ്റ്റാർട്ട് ആവാറായി. ഇപ്പൊ 35 വീക്ക് ആയി, 35ാമത്തെ ആഴ്ച. ഒരു 3 ആഴ്ചയും കൂടി പോകുന്നാട്ടോ ഡോക്ടർ പറഞ്ഞു. 3 ആഴ്ച കൂടി വലിയ കുഴപ്പമില്ലാതെ മാർച്ച് ഫസ്റ്റ് വീക്ക് ഒക്കെ ഡെലിവറി. ഇതന്നെ കേട്ടോ, ഒന്നും ചോദിക്കാനില്ല, എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ. അങ്ങനെ ബേബിക്ക് വേണ്ടി എല്ലാം വാങ്ങിച്ചോ? എല്ലാം ചൂടുവെള്ളത്തിൽ ഇട്ട് ഊരി എടുക്കണം കേട്ടോ, എന്നിട്ട് അയൺ ചെയ്ത് കൊണ്ടുപോകാം. ഞങ്ങളും വാങ്ങിച്ചു. അതെ, ഓൾമോസ്റ്റ് എല്ലാ ഐറ്റംസും നമ്മൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ചൂടുവെള്ളത്തിലൊക്കെ ഇട്ട് കഴുകി. നമ്മൾ ഫസ്റ്റ് ഹോസ്പിറ്റലിൽ പോയ സമയത്ത് ഒന്നും കഴുകിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴേക്കും അത് ഭയങ്കര ടെൻഷനായിരുന്നു, അത് കഴുകാതെ എങ്ങനെയാണ് എന്നൊക്കെ ഉള്ളൊരിത്. അപ്പൊ പിന്നെ നമ്മൾ അന്ന് ഡിസ്ചാർജ് ആയതിനു ശേഷം വീട്ടിൽ വന്നിട്ട് എല്ലാതും പിറ്റേ ദിവസം എല്ലാം ചൂടുവെള്ളത്തിൽ മുക്കി പിഴിഞ്ഞ് എല്ലാം സെറ്റ് ആക്കിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ മുന്നൊക്കെ പറയട്ടെ, നമ്മൾ ബേബിക്ക് ഇങ്ങനെ മുന്നൊന്നും സാധനങ്ങൾ വാങ്ങിച്ചു വെക്കാൻ പാടില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ. പക്ഷെ ഇപ്പോഴൊക്കെ എല്ലാവരും അങ്ങനെ ചെയ്യും. മുന്നേന്നൊക്കെ വെച്ചാൽ നമ്മള് ഉണ്ണി ഉണ്ടായതിനു ശേഷം പോയി സാധനങ്ങൾ വാങ്ങിക്കും, അതങ്ങനെ അത് കഴുകി ഒന്നും ചെയ്യാറില്ല. പക്ഷെ ഇപ്പോഴാണ് അതൊക്കെ ബെറ്റർ. ഇപ്പോഴത്തെ കാര്യങ്ങളാണ് കുറച്ചും കൂടി ഇഷ്ടമുള്ളത്. തേജാബിക്ക് നിങ്ങളിൽ ആരെയാണ് കൂടുതൽ ഇഷ്ടം? 2 പേരെ ഇങ്ങനെ പറയാറുള്ളൂ. ഇടയ്ക്ക് എന്നെ കാണാത്ത സമയത്ത് ആദർശനെ പറയും, ആദർശനെ കാണാത്ത സമയത്ത് ഇടയ്ക്ക് എന്നു പറയും. അങ്ങനെയാണ്. നെഗറ്റീവ് പറയുകയല്ല, നല്ലതുപോലെ ആരോഗ്യവും ഉള്ള ഒരു കുട്ടി ദൈവം നിങ്ങൾക്ക് തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരിക്കലും നെഗറ്റീവ് അല്ല കേട്ടോ, നമുക്ക് എന്താ പറയാ സന്തോഷം. ഒരുപാട് വിഷമിച്ചതല്ലെങ്കിൽ ഇനി നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം നേരട്ടെ. സത്യം. ഒരുപാട് ട്വിൻസ് ആണോ ചേച്ചി? ട്വിൻസ് ഒന്നല്ല കേട്ടോ, എനിക്ക് ഇൻസ്റ്റയില് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു ട്വിൻസ് ആണോ വെച്ചിട്ട്. ട്വിൻസ് അല്ല, ന്യൂ സബ്സ്ക്രൈബർ ആണ്. 2 പേരും യൂട്യൂബ് ഫീൽഡ് തന്നെയാണോ? ആദർശിന് എന്താ ജോബ്? യൂട്യൂബ് ഫീൽഡ് എന്നല്ല, സത്യം പറഞ്ഞിട്ടല്ല, ഞാൻ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുമ്പോഴും യൂട്യൂബ് ഉണ്ടായിരുന്നു. പിന്നെ വീഡിയോസ് ഒക്കെ ഇപ്പം സത്യം പറഞ്ഞല്ലോ, എനിക്ക് ടോട്ടൽ യൂട്യൂബിലേക്ക് വീട്ടിലേക്ക് നിൽക്കല്ല. എനിക്ക് ജോബ് സൈഡായിട്ട് ഞാൻ ഇപ്പോഴും ഓരോ പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ എങ്കിലും ഒരു ഡെലിവറി കഴിഞ്ഞാൽ ഒരു ജോബ് ഉണ്ടോ, അതിനോടത്ത് യൂട്യൂബ് അതേപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടുപോകും. ഹാപ്പി ആയിരിക്കുക. ഏഞ്ചൽ ബേബിയെ കിട്ടട്ടെ. നിങ്ങളെ മീറ്റ് ചെയ്യാൻ പറ്റുമോ? ചെയ്യാലോ. ടീച്ചർ വീട് എവിടെയാണെന്ന് ഞങ്ങൾക്ക് അറിയില്ല. പിന്നെ അറിയാവുന്നവർക്ക് അറിയട്ടെ. എനിക്ക് മെസ്സേജ് അയക്കുമ്പോൾ ഞാൻ പറയലുണ്ട് ഇപ്പം ഇവിടെയാണുള്ളത്. അതിപ്പോ ആൺകുട്ടികളോ അല്ലെ പെൺകുട്ടികളോ ആരും മെസ്സേജ് അയച്ചാലും നമുക്ക് വിളിച്ചു ഞാൻ എല്ലാവർക്കും റിപ്ലൈ കൊടുക്കല്ലേ. ചേച്ചി സ്കിൻ കെയർ പറയാൻ പോകുന്നത് ഈ സ്കിൻ കെയറിന്റെ അടുത്ത് എന്നാന്താ സ്കിൻ കെയർ ഞാൻ നോർമൽ ബോഡി ലോഷൻ അതുപോലത്തെ ക്രീമുകളൊക്കെ കൈയും കാലുമൊക്കെ പറ്റും. ഞാൻ കൈയും കാലൊക്കെ ആകെ വലിച്ചെടുക്കണ പോലെ. ക്രീമിന്റെ പേരിലൂടെ പറഞ്ഞിട്ട് ഇത് പ്രൊമോഷൻ വീഡിയോ ആക്കില്ല. ബാക്കി ചേച്ചിയുടെ റൂമിൽ ആ പെയിന്റിങ് എങ്ങനെയാ വരച്ചത് എന്ന് പറയുന്നു. ഇതേ കണ്ട പെയിന്റിങ് ആണ്, സ്റ്റിക്കറാ. കല്യാണത്തിന് മുന്നേ എനിക്ക് അങ്ങനത്തെ കുറച്ച് ഭ്രാന്തികൾ ഉണ്ടായിരുന്നു, ഞാൻ ഒട്ടിച്ച് വെച്ചതാ. ആദർശ് ആര്യയുടെ വീട്ടിൽ എല്ലാവരുമായി നല്ല ക്ലോസ് ആവുന്നത് കാണുമ്പോൾ നല്ല ഹാപ്പിയാണ്.
ആദർശേട്ടൻ എന്റെ വീട്ടിൽ മാത്രമല്ല കേട്ടോ, ഇപ്പൊ നിങ്ങളെ കണ്ടു വെച്ചാൽ നിങ്ങളുടെ അടുത്തും പെട്ടെന്ന് ക്ലോസ് ആവും, അങ്ങനത്തെ ക്യാരക്ടറാണ്. ഇടയ്ക്ക് ഞാൻ പറയും മിണ്ടാതിരിക്കും, ഞാൻ സൈഡിൽ കൂടെ പറയും. സംസാരിച്ചു തുടങ്ങിയ ബ്ലാ പറഞ്ഞിട്ട് എല്ലാവരുടെ അടുത്തും പെട്ടെന്ന് ഇതാവും. എന്ന് വെച്ചാൽ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ക്യാരക്ടറാണ് എൻ്റെ. അങ്ങോട്ട് സംസാരിക്കാൻ ഭയങ്കര മടിയാണ്. പക്ഷെ ആദർശേട്ടൻ അങ്ങനെ ഇല്ല കേട്ടോ, എല്ലാവരുടെ അടുത്തും ഇപ്പൊ നിങ്ങളാച്ചെങ്കിലും ആര് വന്നാലും നന്നായിട്ട് സംസാരിക്കും. ഹലോ, എനിക്ക് രണ്ടാളെയും ഒരുപാട് ഇഷ്ടമാണ്. ഞാനും ആരും അനുഭവിച്ച സങ്കടങ്ങൾ അനുഭവിച്ചതാണ്. പിന്നെ അമ്മ, അച്ഛൻ, തേജു എല്ലാവരെയും ഇഷ്ടമാണ്. പ്രത്യേകിച്ച് ഒന്നും ചോദിക്കാൻ ഞാൻ കുറെ ചോദിക്കാം. ഞാൻ ക്വസ്റ്റ്യൻസ് മുന്നേ വായിച്ചു നോക്കിയിട്ടില്ല. അപ്പൊ ഞാൻ അങ്ങനെ കണ്ട് നോക്കിയിട്ട് എടുക്കുമ്പോഴാണ് എനിക്ക് ക്വസ്റ്റ്യൻ ആവുന്നത്. രണ്ടാളെയും ഒരുപാട് ഇഷ്ടം. ബേബി വരാൻ കാത്തിരിക്കുന്നു. നിങ്ങളുടെ വീഡിയോ ഒന്നും മിസ്സാക്കാറില്ല, എല്ലാം കാണും. താങ്ക് യു. ബേബിക്ക് ഒറിജിനൽ നെയിം ആൻഡ് നിക് നെയിം ഒറിജിനൽ നെയിം നിക് നെയിം കണ്ടുവച്ചിട്ടുണ്ടോ? അത് ഉറപ്പാ. ആദർശേട്ടന്റെ പേര് ഇട്ടിട്ടുള്ള കളി വേണ്ടാന്ന്. അതിന്റെ മുകളിൽ ഞങ്ങളൊരു അടി കഴിഞ്ഞതാണ് കേട്ടോ. നല്ലൊരു അടി കഴിഞ്ഞത്. അവളൊരു 4 ഒരു പേര് കൂടെ ഇട്ടിട്ട് എനിക്ക് അയച്ചിട്ടാലോ ഞാൻ പറഞ്ഞു. ആദർശേട്ടന്റെ പേരില്ലാത്ത ഒരു ഇതിലും ആദർശേട്ടൻ നിൽക്കില്ല. നിക് നെയിമും നമുക്ക് തപ്പണം. ഒന്നും അറിയാനില്ല. ട്വിൻസ് ആണോ ചേച്ചി? വീണ്ടും ഹാപ്പിയാണോ ചേച്ചി? ഞങ്ങളിപ്പോ ഹാപ്പി ആയിട്ട് പോകുന്നു. ചെറിയ ചെറിയ അടിയൊക്കെ എല്ലായിടത്തും ഉണ്ടാവും. അതേപോലെ ചിന്ന അടിയൊക്കെ ഉണ്ടാവും. ഞാൻ ഹാപ്പിയാണോ ചേച്ചിക്ക്? ഇപ്പൊ ഉറങ്ങല്ല, തിരിഞ്ഞു മറിഞ്ഞു കിടക്കാനൊന്നും പറ്റണില്ല, വയ്യ തീരെ. അതാണ് ഇപ്പൊ എന്റെ പ്രശ്നം. ചോദ്യം, എന്നെ ഇഷ്ടമാണോ? മീനാമല്ല ചേച്ചി സപ്പോർട്ടിങ്. നമുക്ക് ഏതൊരു വീഡിയോ ഇട്ടാലും ആ വീഡിയോക്ക് ഒരു ഇപ്പൊ എന്താ ഇപ്പൊ ഒരാള് നമ്മളെ പറ്റിട്ട് പോസിറ്റീവായിട്ട് സംസാരിക്കുക, നല്ല സ്നേഹത്തോടെ നിൽക്കുന്ന കൊറേ കമന്റ് ഞങ്ങൾ വായിച്ചിരിക്കാണ്. അത് കേൾക്കുമ്പോൾ ഭയങ്കര ബെസ്റ്റ് മൊമെന്റ് എന്താ? ഇതൊക്കെ തന്നെയല്ലേ നമ്മളെ ലൈഫിൽ എല്ലാ കാര്യവും ബെസ്റ്റ് മൊമെന്റ്. ഇപ്പൊ അടി ഉണ്ടാക്കുന്നതും ബെസ്റ്റ് ആണ്, സന്തോഷത്തിന് ബെസ്റ്റ്. കാരണം അടി ഉണ്ടാക്കുമ്പോഴേ ശരിക്കും കുറച്ച് കഴിഞ്ഞാൽ നന്നാവുന്ന സമയത്തുള്ള ഒരു ഫീലിങ്സ് ഉണ്ട്. അടി ഉണ്ടാക്കി കഴിഞ്ഞാണ്ടല്ലോ ഈ ഒരു ഭാവല്ല, ഒരു കണ്ണുപിടുത്തണ്ട്. അത് കണ്ട അയ്യോ അങ്ങനെ ഉണ്ടാവില്ല ഇവിടെ ഒരു പാവം. കണ്ണൊക്കെ ഒന്നും മിഴിയാത്ത പോലെ പാവം പിടിച്ചിട്ട് ഒരുമാതിരി എക്സ്പ്രഷൻ ഉണ്ട്. അത് കണ്ടാൽ എനിക്ക് കുറച്ച് ആക്ടിങ് ആണ് എനിക്കറിയാം. ഫീലിങ്സ് ആണ് അതൊക്കെ. അത് നമുക്ക് പറഞ്ഞാൽ മനസ്സിലായില്ല. അപ്പൊ അവള് വന്നിട്ടില്ലേ കുറെ നേരം മണിക്കൂറുകളായിട്ടായിരിക്കും, പക്ഷെ എന്നാലും വന്നിട്ട് മിണ്ടി തുടങ്ങിയ ഞങ്ങള് സഹായമുണ്ടല്ലേ അവളൊന്ന് മുടിയിൽ കൈ വെച്ചറിയാം. ഓക്കെ, അമ്മേനെ ക്യൂആൻഡ ചെയ്യുമ്പോൾ 2 വാക്ക് സംസാരിപ്പിക്കണം. അമ്മ അവിടെ തുടച്ചോണ്ട് നിൽക്കുകയാണ്. അമ്മ 2 വാക്ക് സംസാരിക്കും. ഹലോ ചേട്ടൻ എങ്ങനെയാ വെയിറ്റ് കുറച്ചതെന്ന് പറഞ്ഞില്ല. അത് ഞാൻ പറയല്ലേ ചെയ്ത്. ഞാൻ എന്തല്ല വെയിറ്റ് എങ്ങനെ കുറച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഫുഡ് ഞാൻ അതായത് ഇപ്പൊ ഇവളും ഞാനും അമ്മയൊക്കെ കോഴിക്കോടുള്ള സമയത്ത് നമ്മള് ഫുഡ് ഉണ്ടാക്കിയാല് വിശക്കുമ്പോൾ കഴിക്കും ഫുഡ്. 3 ചിലപ്പോ 4 നേരം കഴിച്ചു തരും. ഞാൻ ഒറ്റയ്ക്കായ സമയത്ത് 3 നേരം ഉള്ളത് ഫസ്റ്റില് ഒരു 2 ദിവസമൊക്കെ 3 നേരമൊക്കെ കഴിച്ച്, പിന്നെ ഞാൻ 2 നേരമാക്കി, പിന്നെ 1 നേരമാക്കി. അങ്ങനെ 1 നേരം ഫുഡും ബാക്കി ഫുള്ള് വെള്ളം. അത്രയ്ക്ക് വെള്ളം കുടിക്കും. പിന്നെ കുറച്ച് മടിയുണ്ട് കയ്യില്. ഞാൻ 100 വട്ടം പറയും കഞ്ഞി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിക്കുന്ന 100 വട്ടം പറയും. അപ്പൊ പിന്നെ ഒരു ദിവസം കഞ്ഞി ഉണ്ടാക്കുക അളവൊന്നും അറിയില്ലല്ലോ. ഒരു പറ കഞ്ഞി ഉണ്ടാക്കി പിറ്റേ ദിവസം കൊണ്ട് കളയും. പിന്നെ പാത്രങ്ങൾ അപ്പൊ അതൊക്കെ കഴുകാനും വൃത്തിയാക്കാനൊക്കെ നല്ല മടിയാണ്. മലയ്ക്ക് പോകാൻ മാലട്ടിനില്ല. അപ്പൊ നമ്മൾ ഈ നോൺ വെജ് ഇല്ല, വെജ് മാത്രം. അതും ഞാൻ ഒരു നേരമൊക്കെ ഫുഡ് അങ്ങനെ കുറെ അഡ്ജസ്റ്റ്മെന്റിൽ നിന്ന് നല്ലോണം മെലിഞ്ഞ് പറഞ്ഞാൽ നല്ലോണം മെലിഞ്ഞ് ഒട്ടിപ്പോയിന് ശരീരമൊക്കെ. പിന്നെ എനിക്ക് പേടിച്ചു പോയി. കാരണം ഓവറായിട്ട് മെലിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളെ കുടലൊട്ടി പോവാന്നൊക്കെ പറയും. ആരൊക്കെ ചോദിച്ചു കുടലൊട്ടി പോവാ നമുക്ക് വയ്യാണ്ടവാ. പിന്നെ ഞാൻ ഫുഡ് കഴിക്കാൻ തുടങ്ങി കുറച്ച് പേടിച്ചിട്ട്. പിന്നെ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ എന്തായാലും ഇത് അടിക്കുന്ന ഉറപ്പാണ്. ഇനിയിപ്പം ഡെലിവറി ഒക്കെ കഴിഞ്ഞ് ആരും ഞാനും മാത്രം ആയി കഴിയുമ്പം ഞാൻ എന്തായാലും മെലിയും. ഞാൻ ഫുഡ് കുറയ്ക്കും. ഇവിടെ എന്താ ചെയ്യുന്ന ഇവിടുന്ന് ഇപ്പൊ അമ്മ വിളമ്പി തരുന്ന അത്രയും ചോറ് ഞാൻ കഴിക്കും. പിന്നെ എനിക്ക് ചോറ് ഇട്ടാളുണ്ടല്ലോ, കുറച്ച് മുന്നേ കുറച്ച് പട്ടിണി കിടന്നൊരു സമയമുള്ളതുകൊണ്ട് ഇപ്പൊ ഒരു തുള്ളി വറ്റിട്ടാളാൻ എനിക്കൊരു മടിയാണ്. കാരണം നമ്മുടെ ഭക്ഷണം ഈ കുഴച്ചിട്ട് ഇട്ടാളെന്നുള്ള പരിപാടി നിർത്തി. അപ്പൊ അമ്മട്ട് ഫുഡാണ് കഴിച്ചിട്ട് അപ്പൊ 2ാമത് ഈ തടി വന്നത്. ഇപ്പൊ ഇവിടുന്ന് നമ്മളിപ്പോ അങ്ങോട്ട് പോയാലും നമ്മൾ എന്തായാലും തടിക്കും. കാരണം നമുക്ക് ഇഷ്ടപ്പെട്ട അങ്ങനെയല്ല. ഇവിടെ എന്ന് വെച്ചാൽ ബീഫൊന്നും അങ്ങനെ കയറ്റാൻ പറ്റില്ല. അവിടെ എന്ന് വെച്ചാൽ നമുക്ക് എന്തായാലും ബീഫ് ഇവിടെ പിന്നെ ചൊവ്വ വെള്ളിയൊന്നും പച്ചക്കറിയാ ഇറച്ചി മീനൊന്നും കയറ്റില്ല. അവിടെ വെച്ചാൽ നമുക്ക് എളുപ്പപ്പണി എന്താണ് ചിക്കനും മീനും വെക്കണം. ഞാൻ കൂടുതലും ഇറച്ചി മീനും അത് കഴിക്കുകയും ചെയ്യും. എനിക്ക് തോന്നുന്നില്ല അവിടെ പോയി തടി വെക്കുന്നു, തടി കുറയുന്നു. തടി നോക്കാം നമുക്ക് വെറ്റി വെക്കുന്നു. അത് 2 ദിവസം പോവും. 2 മാസത്തെ ഫീസ് കിട്ടും, 2 ദിവസം പോവും. അതാണ് ജിമ്മിൽ പോക്ക്. മറ്റേതിനൊക്കെ പോകും, മറ്റേ ജിമ്മിന്റെ ഇതൊക്കെ. ആദർശേന്റെ വീട്ടുകാരെവിടെ? അമ്മ എന്റെ വീട്ടുകാരെന്ന് പറയുമ്പോ ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാത്തതില്ല.
ഇപ്പം എൻ്റെ ഫാമിലി ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ മരിച്ച് ഇപ്പം അമ്മേൻ്റെ സെക്കൻഡ് മാരേജ് കഴിഞ്ഞ് പിന്നെ സിസ്റ്ററെ മാരേജ് കഴിഞ്ഞ് ആരും സെറ്റിൽഡാണ്. പിന്നെ ഞാനും ഇവിടെ മാത്രമേ കോഴിക്കോട് ഉണ്ടായത്. ഇപ്പം ഇനി നമ്മളങ്ങനെ തന്നെ ഞങ്ങൾ രണ്ടുപേരും തന്നെ ഉണ്ടാവുള്ളൂ. പിന്നെ ഭാവിയോട് വന്നു കഴിഞ്ഞാൽ 3 ആളുണ്ടാവും. ഹായ് ചേച്ചി, ചേട്ടാ ആദർശ് ചേട്ടൻ്റെ വിനീഷ് ചേട്ടൻ്റെ ഒരു വീഡിയോ ചെയ്യാൻ പോകുന്നു. ചെയ്യാം നമുക്ക്. ഞങ്ങൾ രണ്ടുപേരുടെ ഡാൻസ് കളിക്കുന്ന വീഡിയോ ഉണ്ടാവും ഗൈസ്. ഞാൻ തന്നെ എന്താ ഭയങ്കര നടക്കാരനായിരുന്നു. ഇപ്പൊ എന്താ ഡാൻസ് പഠിക്കുന്ന എല്ലാരെയും വിളിച്ചോണ്ട് വരുന്നത് എന്തൊക്കെയാണ്. പഠിക്കും ഞാൻ. നിനക്ക് ഇഷ്ടാദർശാണ്. പക്ഷെ ഉണ്ടല്ലോ അങ്ങടെ സെറ്റ് ആയില്ല അല്ലേ? പിന്നെ അങ്ങനെയല്ല, ആരെങ്കിലും എന്നെങ്ങനെ പഠിക്കണം. ഇവിടെ ഇപ്പൊ സത്യം പറഞ്ഞാല് മാളു എനിക്ക് പഠിപ്പിച്ചു പഠിപ്പിച്ചുമ്പോ ഞാൻ പെട്ടെന്ന് പഠിക്കൂട്ടോ. അതായത് ഞങ്ങൾ പഠിക്കുമ്പോ ചിലപ്പോൾ അടി ഉണ്ടാവും. ചിലപ്പോൾ അവിടെ പറയുന്ന സ്റ്റെപ്പ് എനിക്ക് ഇഷ്ടാവില്ല. അപ്പൊ ഞാൻ പറയും ആ സ്റ്റെപ്പ് പറ്റില്ല, മാറ്റണം. അപ്പൊ ഞാൻ ഡയറക്ടർ മറ്റേത് മാളു അത് കളിക്കും. അപ്പൊ ഞാൻ ബാക്കിൽ അതേപോലെ നോക്കി കളിക്കും. അഡ്ജസ്റ്റ്മെന്റ്. ഞാരിയുടെ അച്ഛനെയും അമ്മയും എനിക്ക് നല്ല ഇഷ്ടമാണ്. എന്റെ അന്വേഷണം അറിയിച്ചേക്കണേ. പറയാട്ടെ, നിങ്ങളൊന്നും വിചാരിക്കരുത് ആര്യം എന്താരുടെ വീട്ടുകാരെ മാത്രം വിടണേന്ന്. ഞാൻ പ്രഗ്നന്റ് ആണ്, ഞാൻ എന്റെ വീട്ടിലാണ് നിൽക്കുന്നത്. അപ്പൊ എന്റെ വീട്ടുകാരില്ലാതെ ഞാൻ വേറെ ആരെയാണ് വീഡിയോ ഇടാനാണ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോണ്ടല്ലോ കുറ്റം പറയലട്ടോ. കാരണം ഇപ്പൊ നമ്മളിവിടെ ഇപ്പൊ ഞാൻ പോലും സത്യം പറഞ്ഞാല് ഇവിടെ നിൽക്കുന്നത് എനിക്കിപ്പോ ഒരു ജോലിക്ക് പോയിട്ട് 10 റുപ്യ കൂടുതൽ ഉണ്ടാകും. നമുക്ക് ഉള്ള സേവിങ്സിന്റെ കൂടെ 10 റുപ്യ കൂടുതൽ ഉണ്ടാകുന്ന കാര്യം ഒരു ജോലിക്ക് പോകുന്നത്. പക്ഷെ എനിക്ക് ഇഷ്ടമാണ് പോവുക. പക്ഷെ എങ്കിൽ പോലും ഞാൻ ഇവിടെ പോലെ നിൽക്കുന്നത് എന്താ വെച്ചാല് എനിക്ക് വെക്കും. ഞങ്ങൾക്കൊരു ആഗ്രഹം നമ്മളെ വാവാന്ന് പറയുമ്പോൾ അപ്പൊ ഞങ്ങൾ ആ കുട്ടിക്ക് വേണ്ടിയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാല് ഇപ്പൊ ഇവിടെ നോക്കുക, ഇവിടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുക, അതേപോലെ തന്നെ മരുന്നോ കാര്യങ്ങളോ ഇപ്പൊ എന്തിനും ഇവിടെ കൂടെ നിൽക്കുക. അത് ഞാൻ ഇപ്പൊ എന്തൊക്കെ ആരൊക്കെ പറഞ്ഞാലും കുഴപ്പമില്ല, ഞാൻ അതോടൊപ്പം തന്നെ നിൽക്കും. ഡെലിവറി കഴിഞ്ഞിട്ട് ഇപ്പൊ ഞാനൊരു ജോലിക്ക് പോകും. അത് ജോലിക്ക് പോകുക പറഞ്ഞാല് കുട്ടി ഇപ്പം ഡെലിവറി കഴിഞ്ഞാൽ പെട്ടെന്നല്ലല്ലോ, ഒരു 10-15 ദിവസം ഉണ്ടാവില്ല കുട്ടീൻ്റെ കാര്യം എല്ലാം. ഞാൻ ഇവിടെ കുട്ടീൻ്റെ കാര്യം നോക്കിയിട്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്ത് കാര്യം ചെയ്യുള്ളൂ. അതിനിപ്പോൾ ആരെന്ത് പറഞ്ഞാലും എനിക്ക് ഒരു കുഴപ്പമില്ല. അതങ്ങനെ ഞാൻ ചിന്തിക്കുന്നുള്ളൂ. അപ്പോൾ ഇത് ചോദ്യം ചോദിച്ചോണ്ട് നിങ്ങളെ കുറ്റം പറയില്ല കേട്ടോ. അതുപോലെ ഇപ്പം എന്താ പറയുക, ഇപ്പം ഇവിടെ കാര്യം ഇപ്പം ഇവിടുത്തെ അച്ഛനും അമ്മയും ഞാൻ ഇപ്പം ഒന്നും ചെയ്യില്ല, ഇല്ലെങ്കിൽ അവർ നോക്കും. പക്ഷെ എങ്കിലും ഇവിടെ കാര്യം ഇവിടുത്തെ ആൾക്കാരോ അല്ലെങ്കിൽ എൻ്റെ ആൾക്കാരോ നോക്കണം എന്നൊന്നും ഇല്ല. കാരണം അതിൻ്റെ റെസ്പോൺസിബിലിറ്റി. കാരണം ഞാൻ ഇവിടെ കല്യാണം കഴിച്ച് ഇപ്പോൾ ഇവിടെ നോക്കേണ്ട കടമ എനിക്കുള്ളത്. അപ്പോൾ കുട്ടീൻ്റെ കാര്യത്തിലും ഈ ഇവരെ കാര്യത്തിലേക്കാണ് ഞാൻ നോക്കണേ. കാരണം ഞാൻ ഉള്ളത്രയും കാലം ഇവരെ സേഫ് ആയിട്ട് നോക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഞാൻ ചെയ്യും. ഇഷ്ടപ്പെട്ടില്ല. അതങ്ങനെ തന്നെ. അതിപ്പോൾ എൻ്റെ സിറ്റുവേഷൻ മനസ്സിലാക്കുന്നവർ മനസ്സിലാവും. കാരണം ഇവള് കിടികിടി പറയും നെഗറ്റീവ് അല്ല കേട്ടോ. അങ്ങനെയല്ല, നെഗറ്റീവ് അല്ല. കാരണം എന്റെ സിറ്റുവേഷനിൽ നിൽക്കുന്നവർക്ക് മനസ്സിലാവും. കാരണം ഇന്നെ ഇപ്പൊ ഒരു വൈഫിന്റെ പ്ലേസ് ഒന്നും ഒരു അമ്മയായിട്ടും ഒക്കെ പാടെ ഇവിടെ നോക്കുന്നത്. പ്രഗ്നന്റ് ആവുന്ന മുന്നത്തെയും ഇപ്പോഴത്തെയും വെയിറ്റ് അതിൽ വേറെ ഉണ്ട്. കല്യാണം കഴിഞ്ഞ സമയത്ത് 54, 5-4 അല്ലേ. അപ്പൊ നമ്മളെ ലാസ്റ്റ് അതിന്റെ ഇടയിൽ കൂടെ കൺസീവ് ആയിട്ട് ഇങ്ങനെ അബോർഷനൊക്കെ ആയപ്പോ കുറെ മരുന്ന് ഇഞ്ചക്ഷൻ ഒക്കെ വെയിറ്റ് കൂട്ടിയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ വളഞ്ഞാട്ട ഇഞ്ചക്ഷൻ ഒക്കെ ഞാനല്ല. പക്ഷെ എന്താ സങ്കടമല്ല, ദേഷ്യവും വരും, മോറ്റതൊക്കെ കലിപ്പായിട്ട് വരും. പക്ഷെ ക്വസ്റ്റ്യൻ എന്തേലും നമ്മൾക്ക് ഇപ്പോഴത്തെ വെയിറ്റ് 100 ഇങ്ങനെ പിങ്ങായിട്ട് നിൽക്കാണ്. പക്ഷെ കൺസീവ് ആവുന്ന സമയത്ത് എത്രയാണടി 80 സംതിങ് റേഞ്ച് ഒക്കെ ആയിട്ട് കുറയ്ക്കാൻ പറ്റും. എന്തായാലും വാവയ്ക്കൊന്നും സെറ്റ് ആവുന്നതിനനുസരിച്ചിട്ട് വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങള് രണ്ടുപേരും തിരിച്ചു വരും. മറ്റേ ട്രാൻസ്ഫോർമേഷൻ ആദർശാണ് ഞാനിങ്ങനെ ചോറൊക്കെ കൊടുത്ത് നല്ല ഉണ്ടപ്പനാക്കി വെക്കും. കണ്ടോൾഡ് ചെയ്യാൻ പിന്നെ തിരിച്ചു നന്നായി തിരിച്ചു വെക്കും. ഗൈസ്, ചേച്ചി ബേബി ഷോർ ഉണ്ടോ? ഇല്ല, നമ്മുടെ ഫ്രണ്ട്സ് വന്നപ്പോ നമ്മൾ ജസ്റ്റ് കേക്കൊക്കെ കട്ട് ചെയ്ത് പിന്നെ അങ്ങനെ എനിക്ക് ഫോട്ടോ എടുക്കണമെന്നുണ്ട്. എനിക്കിപ്പോ പേടിയാവാ ചെയ്യണൊക്കെ ഇനി ലാഗാക്കിപ്പിക്കണില്ല. ഞാൻ എപ്പോഴാണ് ഡെലിവറി ഒന്നും പറയാൻ പറ്റില്ല. എന്തായാലും മെറ്റേണിറ്റി ഷൂട്ട് ചെയ്യണമെന്നുണ്ട്. അതെന്തായാലും ചെയ്യണം, വേഗം സെറ്റ് ആക്കണം. ഫാമിലി പറഞ്ഞു. പിന്നെ പ്രഗ്നന്റ് ആയതിനു ശേഷമുള്ള എക്സ്പീരിയൻസ് എന്താണ്? പ്രഗ്നന്റ് ആയതിനു ശേഷം ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കണം. എന്താ പറയുക, നമ്മൾ പ്രഗ്നന്റ് ആവുമ്പോൾ നമ്മൾ പ്രഗ്നന്റ് ആവണേക്കാൾ മുന്നേ എങ്ങനെയാണോ അതേപോലെ നമ്മുടെ പ്രഗ്നൻസി ജേണിയും അതേപോലെ പോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഛർദിയോ ചിലർക്ക് അങ്ങനെ ഉണ്ട്, ചിലർക്ക് ഛർദിയോ കാര്യങ്ങളൊന്നുമില്ല. അവരെങ്ങനെയാണോ മുന്നേ ഉണ്ടായിരുന്നത് അതുപോലെ ആവാനാണ് ആഗ്രഹം. എനിക്ക് 6-ാം മാസം വരെ ഛർദിയായിരുന്നു. പിന്നെ 7 വലിയ സീൻ ഉണ്ടായിരുന്നില്ല. 8-ാം മാസം തൊട്ടിട്ട് ഇപ്പോൾ ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങാനേ നേരമുള്ളൂ. ഇല്ലാത്ത പ്രശ്നങ്ങളാണ്. ഇപ്പോൾ ഡോക്ടറും പറയട്ടെ ഇതുവരെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. ഇപ്പോൾ അവൾക്ക് എല്ലാ ദിവസവും കുട്ടിക്ക് ഓരോ പ്രശ്നമാണ്. സത്യം ഇപ്പോൾ ഓരോരോ വയ്യായോടും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കാം. അപ്പൊ നമുക്ക് പേടിയാവും ചെയ്യും.
ഡെലിവറിക്ക്. കാരണം ഇപ്പോൾ നാളെ ഞാൻ പോയിട്ട് എനിക്ക് ഉള്ളൊക്കെ ക്ലീൻ ചെയ്യണം, ഞാൻ വേദന എടുത്ത് എൻ്റെ അമ്മോ. പിന്നെ PV ചെയ്യണത് ഇതൊക്കെ നല്ല വേദന ഉണ്ടാവും. നമ്മൾ പ്രഗ്നന്റ് ആ ഡേറ്റ് തന്നിട്ട് നേരെ അവിടെ പോയി അഡ്മിറ്റ് ആവുക വെച്ചെങ്കിൽ നമുക്ക് ആ ഒരു ഇത് മാത്രമേ അറിയണ്ടൂ. ഇതിപ്പോ ഇങ്ങനെ നമുക്ക് ഇടക്കിടക്ക് വയ്യായാൾ വരുമ്പോ പ്രസവിക്കാൻ എന്നെ ഭയങ്കര പേടി തോന്നിക്കുന്നുണ്ട് ഇപ്പൊ. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് കുറെ വായിക്കില്ലല്ലോ, കാരണം കുറെ വീഡിയോ പഠിച്ച് നീട്ടാൻ താല്പര്യം ഉള്ളതുള്ള പോലെ അങ്ങോട്ട് കയറ്റി വിട്ടാല് സെറ്റ് അല്ലേ. പിന്നെ ക്വസ്റ്റ്യൻസ് ഞങ്ങൾ ഇപ്പോഴാണ് വായിക്കുന്നത്, കാരണം ടൈമും പോണ്ട് കുറെ ഇങ്ങനെ. പൊന്നൂസ് രാരൂസ് ചേച്ചിയുടെ കമന്റ് ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്, നമ്മൾ അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന ചേച്ചി കേട്ടോ. നിങ്ങളുടെ വീഡിയോ എന്നും കാണാറുണ്ട്, സൂര്യ ചേച്ചിയും ആര്യയും നിങ്ങളുടെ ഫാമിലിയും ഒത്തിരി ഇഷ്ടമാണ്. ആര്യക്ക് ഇപ്പൊ എത്ര മന്തായി, ഇപ്പൊ യൂറിനറി ഇൻഫെക്ഷൻ ഇല്ലല്ലോ. ഇതിന് 3 ആഴ്ച മുന്നേ ആൾ കണ്ടിട്ടതായിരുന്നു, അന്ന് എനിക്ക് യൂറിനറി ഇൻഫെക്ഷൻ നടന്നില്ല. ഇപ്പൊ എല്ലാവർക്കും മൂത്രക്കടച്ചിൽ ഇപ്പം ഹോസ്പിറ്റലിൽ കുറച്ച് ഇഞ്ചക്ഷൻ അടിച്ചപ്പോ പേടിച്ചിട്ട് ഇൻഫെക്ഷൻ പോയി. പക്ഷെ നമുക്ക് അറിയില്ലല്ലോ. എനിക്ക് ഞാൻ പറഞ്ഞു നമുക്ക് മൂത്രക്കടച്ചിലുണ്ടാകുമ്പോ നമുക്ക് ഭയങ്കര ഇറിറ്റേഷൻ ഉണ്ടാവും, വേദന ഉണ്ടാവും, അങ്ങനെ കുറെ ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ. എനിക്ക് അങ്ങനത്തെ യാതൊരുവിധ പ്രശ്നവും ഇല്ല. അപ്പൊ ഞാൻ വിചാരിച്ചു യൂറിനറി ഇൻഫെക്ഷൻ ഒക്കെ മാറിയെന്ന്. പക്ഷെ എനിക്കിപ്പോ ഈ ഒരു സമയത്തുണ്ടല്ലോ ഇങ്ങനെ യൂറിൻ പോകുമ്പോഴൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്. ഞാൻ പറയാറുണ്ട് എന്തെങ്ങനെ നമുക്ക് മൂത്രം ഒഴിക്കാൻ വേണ്ടി സഹിക്കാൻ പറ്റാതെ നിൽക്കണ്ടാവും. ബാത്റൂമിൽ പോയിട്ട് ഇരുന്ന് കഴിഞ്ഞു വെച്ചെങ്കിൽ യൂറിൻ പോവില്ല, ഒറ്റ കുറച്ച് ശേഷം മൂത്രം പോവുള്ളൂ. അപ്പൊ പിന്നെ അതെന്താ സംഭവം എന്ന് വെച്ചാൽ ഡൗൺ പൊസിഷൻ ആളുണ്ട്. അപ്പം എന്റെ കംപ്ലീറ്റ് മൂത്രം പോകണ്ട, അത് അവനെ കെട്ടി നിന്നിട്ട് അവിടെ നിന്ന് അങ്ങനെ ഇൻഫെക്ഷൻ ആയതാന്നാ പറഞ്ഞത്. ഇത് വേഗം മാറിയാൽ മതിയായിരുന്നു. എന്റെ നെയ്മ് അരുന്ധതി ചേച്ചിക്ക് പ്രഗ്നൻസി ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന കാര്യം എന്താണെന്ന് പറയുമോ? എന്നെ തെറി വിളിക്കല്ല താല്പര്യമോ? ഒക്കെ പുറത്തൊക്കെ ഇറങ്ങാൻ പോകുന്നത് ഭയങ്കര താല്പര്യം. അതിനാ ഡോക്ടറെ അടുത്തുനിന്ന് നല്ല കേട്ട് ഇപ്പൊ സമാധാനം ഉണ്ട്. നിങ്ങൾ പരസ്പരം റെസ്പെക്ട് ചെയ്യുന്ന ഒരുപാട് വാല്യൂ കൊടുക്കുന്ന രണ്ടുപേരുടെയും ഒരു ക്വാളിറ്റി പറയാമോ? രണ്ടാളും പറയണേ. ദെൻ ലൈഫിൽ റിഗ്രറ്റ് ചെയ്യുന്ന ഒരു ഇൻസിഡന്റ് പറയാമോ? ഒരു മനുഷ്യന് എല്ലാ ഫീലിങ്സും ഉണ്ടാവും, സങ്കടവും സന്തോഷവും ഒക്കെ ഉണ്ടാവും. പിന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏറ്റവും സെഡായിട്ട് നമ്മള് ഈ വിഷമിച്ച് നിൽക്കുമ്പോഴേ എൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ അങ്ങനെ വിഷമം ഉണ്ടാക്കി വരും. അതായത് നമ്മളെ വിഷമിച്ച മൊമെന്റ്സ് ഒക്കെ ആലോചിച്ചിട്ട് വീണ്ടും വീണ്ടും ഇങ്ങനെ സെറ്റായിട്ട് ലെവലൊക്കെ ഇങ്ങനെ ഡൗൺ ആയിട്ട് അങ്ങനെ എത്തും. ആ സമയത്ത് എന്താ പറയുക, ഇപ്പോൾ ഞാൻ ചില ചിന്തിക്കും അയ്യോ എനിക്ക് ആരും ഇല്ലല്ലോ എന്നൊക്കെ ചിന്തിക്കുന്ന സമയത്ത് എന്താ അറിയില്ല, ഒരു കൈ ഇങ്ങനെ വന്നിട്ട് ഇവിടെ ഇങ്ങനെ ഒരു നമ്മളങ്ങനെ അറ്റി ഇതൊക്കെ ഉണ്ടാവും. ആ സമയത്ത് ഇവിടെ ഒരു പ്രസൻസ് എനിക്ക് അത്രയും എനിക്കതേ ഉള്ളൂ. അല്ലാണ്ട് നമ്മളിപ്പോൾ വേറെ ഒന്നും ഞാൻ ചിന്തിക്കുകയല്ല. ഞാൻ എവിടെ ഡൗൺ ആവുമെന്ന് ഇവൾക്ക് കറക്റ്റ് മനസ്സിലാവും. എൻ്റെ മുഖം വാടുമ്പോൾ അത് എന്തിനാന്ന് മനസ്സിലാവും. എന്താ പറയുക, ഞാൻ ചിന്തിക്കുന്ന പോലെ തന്നെ അവളിനെ ചിന്തിച്ചിന്റെ കൂടെ തന്നെ നിൽക്കും. ലൈക്ക് ഇപ്പൊ എന്താ പറയുക, നമ്മളെല്ലാ ഭാര്യമാരും അങ്ങനെ തന്നെയാവും. നമുക്ക് പെട്ടെന്ന് നമുക്ക് സ്ഥിരം കാണുന്ന ഒരാളുടെ മുഖം മാറുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ. അത് വേറെ ഒന്നും. പിന്നെ എനിക്കെന്ന് വെച്ചാല് അങ്ങനെയൊക്കെ തന്നെ. എനിക്കിപ്പോ ആദർശമായിട്ട് എവിടെ പോയാലും ഞാൻ ഫുൾ ടൈം ഇങ്ങനെ കാത്തിരിപ്പാണ്. എന്ന് വെച്ചാല് ഇപ്പോ കോഴിക്കോടുള്ള സമയത്ത് അച്ഛൻ എന്നാ വരിക അങ്ങനെ നോക്കും. അങ്ങനെ മാത്രല്ല, ഇപ്പൊ പുറത്തു പോയി വിചാരിക്കും, ഇപ്പൊ ജസ്റ്റ് ഒന്ന് പുറത്തു പോയി വന്നാലും പക്ഷെ എന്താ വരാത്തെ ആ ഒരു സംഭവം ഉണ്ടല്ലോ. അതപ്പോ ഞാൻ അങ്ങനെ വിചാരിക്കട്ടെ ആദർശമായിട്ട് ഞാൻ അബ്രോഡൊക്കെ പോകാൻ ചെറിയ പ്ലാനൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ പോയി കഴിഞ്ഞു വെച്ചെങ്കിൽ ഞാൻ എന്താക്കും എന്നുള്ളൊരു സാധനം എൻ്റെ മനസ്സിലുണ്ട്, എന്താവും ആ ഒരു ഇത്. പിന്നെ ക്വാളിറ്റി എന്ന് പറയാൻ നന്നായിട്ട് കെയർ ചെയ്യും. എന്നാന്ന് വെച്ചാൽ നല്ല രീതിക്ക് കെയർ ചെയ്യും. അത് ഞാൻ ഇപ്പോഴും എടുത്ത് പറയുന്ന ചില സമയത്തേക്ക് അത് തലവേദന ആവാറുണ്ട്. ഇടയ്ക്ക് ഭയങ്കര കുട്ടി സൈക്കോയാവും. പിന്നെ ഞാൻ നന്നായിട്ട് നോക്കൂട്ടാ, അതെനിക്ക് ഭയങ്കര ഇതാണ്. പറഞ്ഞാ പറ്റുക കണ്ട മടിയ മുഖം നോക്ക് വന്ന് അങ്ങനെ ഇരുന്നിരുന്നിട്ടേ കുറച്ചു നേരം അതിലിരിക്കുന്ന കാണായ വെള്ളം കുടിക്കാം നമുക്ക്. ആമിക്ക് എത്ര വയസ്സായിന്ന്? ആമിക്കിപ്പോ 1 വയസ്സ്. നിങ്ങളുടെ കുഞ്ഞാവയെ കാണാൻ കട്ട വെയിറ്റിംഗ് ആണ് ഞാനും മക്കളും. ഇതിനിടെ വീടിന്റെ അടുത്തുള്ളൊരു വാവയെ അപ്പു എടുത്തപ്പോൾ എൻ്റെ മോൻ ചോദിക്കവരുടെ വാവ വന്നു, എന്നിട്ട് അമ്മ എന്താ പറയാനേ. അപ്പോഴാണ് ഞാനും ചിന്തിക്കുന്നത് നമ്മുടെ ഫാമിലിയിലെ ആരും ആണെന്ന് നിങ്ങൾ. കാരണം മക്കൾക്ക് പോലും അങ്ങനെയാ കാണുന്നേന്ന്. ഇതല്ലേ ഫുട്ബോൾ കളിക്കാൻ പോയിട്ട് കളിക്കാനല്ല കളി കാണാൻ വേണ്ടി പോയി അരിമളത്ത് പോയിട്ടുണ്ട്. അപ്പോൾ ചെറിയ പയ്യനെ വന്നിട്ട്
ചേട്ടാ യൂട്യൂബിലൊക്കെ ഫാനൊക്കെ പറഞ്ഞ കയ്യൊക്കെ തന്നിട്ട് മറ്റേ 2-3 കുട്ടികളെ തന്നെ കയ്യൊക്കെ തന്നിട്ട് ചെറിയ മക്കള്. അതല്ല, വേറെ വിറ്റുണ്ടായിട്ടുണ്ട്. എന്താണെന്നറിയോ, ഞങ്ങൾ ഇവിടുന്ന് പാതുട്ടിയാകാം 2-3 ആഴ്ച മുന്നേ നടത്ത പൂരത്തിന്. അതിനാണ് ഞാൻ ലാസ്റ്റ് പോയേക്കുന്നത്, വീടിന്റെ പുറത്തേക്ക് ഇറങ്ങിയേക്കുന്നത്. അന്ന് പോയെന്ന് ഞങ്ങൾ പൂരമൊക്കെ കണ്ട് തിരിച്ചു വരികയുണ്ടോ. അപ്പൊ അത്യാവശ്യം വലിയ ചേട്ടനാ, 10-28 വയസ്സായിട്ടോ കേട്ടോ. ഞങ്ങൾ നടന്നു വരേണ്ട വഴിക്ക് ആർഷാൻ എടുത്ത് വന്നിട്ടാ, ആ ചേട്ടാ യൂട്യൂബിലൊക്കെ ഉള്ളതല്ലേ എന്നൊക്കെ. എന്നിട്ട് ചോദിക്കാണേ, എന്ത് ചോദിച്ചേ ചേട്ടാ, ചേട്ടാ അല്ല അങ്ങനെ ചേട്ടാ 2 അടിക്കണോന്നൊക്കെ. അപ്പൊ അങ്ങനെ അപ്പൊ ഞാൻ വിചാരിക്കും ഇവരൊക്കെ നമ്മുടെ യൂട്യൂബ് കാണുന്നുണ്ട്, കാരണം അത്യാവശ്യം മെച്ചുവേർഡായിട്ട് ചെറിയ ചേട്ടാ 10-28 വയസ്സൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പൊ ഞാൻ ഇതെന്താ ഇത് കർഷകന്റെ കൈ കുടിച്ച് ഭയങ്കര സംസാരം തോന്നിയത്. എന്താ പറഞ്ഞ എനിക്ക് മനസ്സിലാട്ടെ, പക്ഷെ ഒറ്റ കാര്യം ഇത് ഫുൾ ആയിട്ട് വായിച്ചു നോക്കട്ടെ, നമുക്ക് വായിച്ചു നോക്കണം. അതല്ല ഫേക്ക് അക്കൗണ്ട് ആണോ നോക്കട്ടെ. 3 വീക്സ്. അതായത് അങ്ങനെയല്ല, കുറച്ച് ആൾക്കാരുണ്ട്, അതായത് ഇപ്പം നമ്മളടുത്ത് റിയൽ അക്കൗണ്ട് എന്ന് വന്നിട്ട് നമുക്ക് ഒരിക്കലും കൂടി ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റുന്നില്ല. അതായത് ചോദിച്ചാൽ എന്തെങ്കിലും വിഷയം, അതുകൊണ്ട് വലിയ ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് ഈ കമന്റ് ഇട്ടിട്ട് വലിയ പോകും. പക്ഷെ നമുക്ക് അതൊന്നും വിഷയമില്ലാട്ടെ, കാരണം നമ്മൾ യൂട്യൂബിൽ ഇതൊരു പബ്ലിക് പ്ലാറ്റ്ഫോം, അപ്പം നമുക്ക് ഇവിടെ നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ നമ്മൾ അതൊക്കെ ഫേസ് ചെയ്യണം. പക്ഷെ ഈ ഞാൻ ഇപ്പം എന്താ പറയുക, ഇപ്പം ഞാൻ മുത്തൂറ്റ് എന്നൊക്കെ റിസൈൻ ഇട്ട് എങ്കിൽ പോലും എനിക്ക് സൈഡായിട്ടുള്ള കുറേ പരിപാടികളുണ്ട്. ഇപ്പം നിങ്ങളൊരു മാസം ഇപ്പോൾ ഒരു എന്ത് പണിക്ക് പോയാലും ഉണ്ടാക്കുന്ന പൈസ ഞാൻ സൈഡായിട്ട് തന്നെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എന്താ പറയുക, ഇപ്പോൾ വണ്ടി കച്ചവടം, വണ്ടീൻ്റെ പരിപാടി, സ്പെയർ ഉണ്ട്, ഇതൊക്കെ പരിപാടികൾ ഞാൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഇപ്പൊ ഡെലിവറി കഴിഞ്ഞിട്ടേക്ക് ഫുൾ ആക്റ്റീവ് ആവാൻ പറ്റുള്ളൂ. പിന്നെ കാരണം ഫുൾ ഫേക്ക് അക്കൗണ്ട് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. കാരണം കമന്റ് ഇടാൻ വേണ്ടി മാത്രം 1 മിനിറ്റ് മുന്നേ തുടങ്ങിയ അക്കൗണ്ട് 1 മിനിറ്റ് മുന്നേ കമന്റ് ഇടുമ്പോൾ ഞാൻ പിടിച്ച് ബ്ലോക്ക് ആക്കും. അത്രയും ഞാൻ ചെയ്യാറുള്ളൂ. അതിനെ പറ്റിയിട്ട് സംസാരിക്കാൻ നമുക്ക് നല്ല 100% സ്നേഹിക്കുന്ന ആൾക്കാരുണ്ട് ആവശ്യത്തിന്. അപ്പോൾ ഈ നെഗ് അടിച്ചുകൊണ്ട് വരുന്നവരാകുമ്പോൾ നോക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഈ യൂട്യൂബ് റവന്യൂ എന്നൊക്കെ പറയുന്നത് നമ്മൾ അതിന്റെ കൊടുത്ത് അല്ലാണ്ട് നമ്മൾ വർക്ക് ചെയ്യുന്ന പൈസ ഒക്കെ പാട് കൂട്ടിച്ചിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്തു പോകുന്നുണ്ട്. ചേട്ടൻ ഒരുപാട് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്, അതുപോലെ ചേച്ചിയുടെ ഒരു പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് പറയാം. പറഞ്ഞൂലേ? ഞാൻ പറഞ്ഞല്ലോ, ഒരു നെഗറ്റീവ് എന്താ അറിയോ, ഇവൾക്ക് എന്തെങ്കിലും ഒരു കാരണം കിട്ടി കരയാൻ തുടങ്ങി കഴിഞ്ഞാല് ആശയം മറ്റേ സ്വിച്ച് ഇട്ട പോലെ എന്നിട്ട് നിർത്തൂല. കുറച്ചു നേരം ഇവിടെ നിന്ന് കരയും, കുറച്ചു നേരം അപ്പുറത്ത് പോവും, പിന്നെ അപ്പുറത്ത് പോവും, 4 ദിക്കിലും പോയിട്ട് കരയും. നമ്മളിത് കേട്ടിട്ട് നമുക്ക് ഭ്രാന്താവും. പക്ഷെ നന്നാവട്ടെ, ഓട്ടോമാറ്റിക്കാ. ചേട്ടൻ നൈറ്റ് കാര്യം പറയാച്ചൊക്കെ ഇതേപോലെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് എന്തായാലും കൂടായി പോപ്പിച്ച് വരും. ഞാൻ പെട്ടെന്ന് പിടിക്കുകയും ചെയ്യും. നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടാക്കിയ ആരാ ഫസ്റ്റ് വന്ന് മിണ്ടുന്നേ? ആദർശേട്ടൻ. അത് ഓരോ സിറ്റുവേഷൻ പോലെ കൂടുതൽ ആദർശ, കാരണം ഓരോന്ന് ഒപ്പിക്കാറ് ആദർശേട്ടനാണ്. അപ്പൊ ആദർശേട്ടൻ തന്നെ സ്വന്തം ഭാഗം ക്ലിയർ ആക്കും. അമ്മയ്ക്ക് ഇരിക്കാൻ പറ്റുന്നില്ല. പാവല്ലേ വെച്ചിട്ടാ. ഡെലിവറി ഒക്കെ കഴിയട്ടെ. വളകാപ്പ് നടത്തുന്നുണ്ടോ? നമ്മളൊത്തിരി പറഞ്ഞ ആദർശിന്റെ അമ്മയും സിസ്റ്ററും കാണാൻ വന്നിട്ട് എന്റെ വീഡിയോ എടുക്കാൻ ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ സീരിയസ്ലി ഞാൻ പറഞ്ഞല്ല, അമ്മയ്ക്ക് അന്ന് ആ വളകാപ്പ് കഴിഞ്ഞതിന് ശേഷം, വളകാപ്പല്ല മാറിപ്പോയി, ഇവര് വന്നിട്ട് തിരിച്ചെത്തിയതിന് ശേഷമാണ് ഞാൻ അമ്മ എന്നാ പറയുന്നത് വീഡിയോ ചെയ്യുന്നത് കുഴപ്പമില്ല പറഞ്ഞത്. അപ്പം അതിന് മുന്നേ ഒരു അമ്മയ്ക്ക് ഇഷ്ടമില്ലാത്ത കേസ് ചെയ്യാൻ പാടില്ല. പിന്നെ നമ്മൾ വേറെ കാര്യം നമുക്ക് എല്ലാം ഓക്കെ, ഇപ്പോൾ യൂട്യൂബ് റവന്യൂ ഒക്കെ, പക്ഷെ നമുക്കൊരു എന്താ പറയുക, നമുക്കുള്ള ഒരു ആറ്റിറ്റ്യൂഡ് വിട്ടിട്ട് നമ്മൾ പരിപാടി നടത്താൻ പോകരുത്. പിന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അന്ന് യൂട്യൂബിൽ വീഡിയോ ഇട്ടാൽ എനിക്ക് റവന്യൂ കയറും. എനിക്ക് ഫണ്ട് മാത്രം ചിന്തിച്ചിട്ടാണെങ്കിൽ ഞാനതൊരു കണ്ടന്റ് ആക്കിയിട്ട് അമ്മയും ചേച്ചിയൊക്കെ വന്ന് നിർത്തി എനിക്ക് ഇടാം. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കതിന് താല്പര്യമില്ല, ഞാൻ ഇട്ടില്ല, അത്രയേ ഉള്ളൂ. ചേച്ചിയും സൂര്യ ചേച്ചിയും എത്ര ഏജ് ഡിഫറൻസ് ഉണ്ട്? അതുപോലെ തേജും ഈ ബേബി എത്ര ഡിഫറൻസ് കാണും? ഞാനും എൻ്റെ ചേച്ചിയും തമ്മിൽ 3 വയസ്സിന് വ്യത്യാസം ഉണ്ട് കേട്ടോ. തേജും ഉണ്ണി തമ്മിലിപ്പോ 6 വയസ്സിനുണ്ടോ? 6 വയസ്സിനുണ്ടോ? തേജപ്പനിപ്പോ 7 വയസ്സാവാറായില്ലേ? 6 വയസ്സിന് വ്യത്യാസം ഉണ്ടോ? ആര്യയുടെ വീട്ടിൽ വിളിക്കുന്ന പേര് എന്നെ ആര്യ തന്നെയാണ് വിളിക്കാറ്. പിന്നെ അമ്മ പൊന്നാന്നൊക്കെ വിളിക്കുന്നത് അതെന്നെ അങ്ങനെ വിളിക്കുന്ന പേരല്ല. നോർമലി നമ്മുടെ തൃശ്ശൂരിലെ ഇപ്പൊ നമ്മള് കോഴിക്കോടൊക്കെ എപ്പോഴും മോളെ മോനെ അങ്ങനെ വിളിക്കുക. ഇവിടെ മോനെ വിളിയില്ല ഇവിടെ. അപ്പൊ ആദർശാനായാലും ആരും വന്നാലും പൊന്ന ആ ഒരു വിളി കോമൺ ആണ്. വലിയമാരൊക്കെ വരുമ്പോ എന്നെ പൊന്നാന്നൊക്കെ വിളിക്കും. എനിക്ക് പിന്നെ ശീലായിട്ടാ, ഫസ്റ്റ് കേൾക്കുന്നവർക്ക് ചിലപ്പോ അത് നമ്മുടെ വിളിപ്പേരാണ് പൊന്നാരെ വിളിക്കണത്. അത് ഇവിടെ അങ്ങനെയാണ്. പിന്നെ പ്രത്യേകിച്ച് വിളിപ്പേരിക്കൂല, ചേച്ചിക്കൂല കേട്ടോ. ചേച്ചി കോഴിക്കോട് ജില്ല ആണോ അതോ തൃശ്ശൂർ ജില്ല ആണോ കൂടുതൽ ഇഷ്ടം? എന്താണെങ്കിലും ഒന്ന് പറയൂ. പിന്നെ അതിന്റെ കാരണം
എനിക്ക് കോഴിക്കോടാണ് ഇഷ്ടം. ആണ്, അതാണ് സംഭവം. എന്താ വെച്ചാല് ഇവക്ക് കോഴിക്കോടാ ഇഷ്ടം. സംഭവം എനിക്ക് കോഴിക്കോടും ഇഷ്ടമാണ്, പക്ഷെ എനിക്ക് ഒരു പൊടിക്കെങ്കിലും കൂടുതൽ തൃശ്ശൂരേക്ക് ഇഷ്ടം. അങ്ങനെയല്ല കേട്ടാ. അതായത് ഇവിടെ നമ്മള് പൂരം, അതേപോലെ തന്നെ വെടിക്കെട്ട്, ഈ പരിപാടികളൊക്കെ ഉണ്ടല്ലോ, ഭയങ്കര വൈബാ. ബീച്ചിൽ പോയി കൗസർ മന്തി മറ്റേ നമ്മളെ ബീച്ചിന് സൈഡല്ല, അവിടെ അടിപൊളിയാണ് സംഭവം. ഇവൾക്ക് അതൊക്കെയാണ് എനിക്ക് അവിടെ നല്ല വൈബാണ്. എനിക്ക് ഇഷ്ടമാണ് അവിടെ. എന്ന് വെച്ചാൽ ബീച്ച് ഉണ്ട്. ബീച്ച് മാത്രം അല്ല, ബീച്ച് എന്ന് വെച്ചാൽ നമ്മളെപ്പോഴും ഏത് വഴിക്ക് പോയാലും നമ്മളെപ്പോഴും പുറത്തങ്ങനെ കറങ്ങി നടക്കണ കാരണം ഫുൾ ടൈം ബീച്ച്, അതുപോലെ ഓരോരോ സ്ഥലങ്ങൾ ഇങ്ങനെ ഉണ്ട്. എനിക്ക് അവിടുത്തെ ഓരോന്നൊക്കെ നല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിടെ. കഴിഞ്ഞപ്പോൾ നമ്മളില്ലേ ഓൾമോസ്റ്റ് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ വിട്ടുപോയിട്ടോ. കാരണം ഇതിപ്പോൾ നമ്മൾ നോക്കുന്നത് ഈ കമന്റിന്റെ കാരണം ഇത് കുറേ ദിവസമായി പെൻഡിങ്. ഇനിയിപ്പം ഹോസ്പിറ്റൽ കേസും അതും ഇതൊക്കെ വന്നുകൊണ്ട് നമുക്ക് ഓടി നടക്കാനുള്ള ടൈം അതിന് തന്നെ പോവുള്ളൂ. നമ്മൾ ഒരുവിധം ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ വായിച്ചു കിട്ടാം. പിന്നെ കുറെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് പറ്റുന്ന പോലെ നമ്മൾ മാക്സിമം പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ചിലതിന്റെ കമന്റിന്റെ റിപ്ലൈ എന്താ പറയുമ്പോ ഇപ്പം ചെയ്യാൻ പറ്റുന്നതാണോ എന്തായാലും നമ്മള് നന്നായിട്ട് പേഴ്സണൽ കാര്യമാണ്. പേഴ്സണൽ മീൻസ് നമുക്ക് അത്രയും പേഴ്സണൽ ഇല്ല കേട്ടോ. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എപ്പോഴും ഇവളോട് പറയും, എനിക്ക് എൻ്റെ ഒരു ഫാമിലി സെയിം ആണ്. നമ്മളെ ഈ അതായത് ഈ ആൾക്കാർ, നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാർ എന്തിനും നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ എല്ലാം ഷെയർ ചെയ്യാൻ പറ്റുന്നത് തന്നെ ഉള്ളൂ. പക്ഷെ എന്താ വെച്ചാൽ ഈ ഡെലിവറി വരെ ഇപ്പോൾ കുറേ നമുക്ക് ചൊറിഞ്ഞിട്ടുള്ള കമൻറ്റ് വന്നാൽ പോലും നമ്മൾ മൈൻഡ് ആക്കാത്ത എന്താ വെച്ചാൽ ഡെലിവറി വരെ ആ പോസിറ്റീവ് നിൽക്കണം. കാരണം ഒരു നെഗറ്റീവ് ആകുമ്പോൾ പ്രഷർ കൂടി എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ തന്നെ നോക്കണേ. അപ്പോൾ അതുകൊണ്ട് ഇവളോട് ഞാൻ പറഞ്ഞ അപ്പം നമുക്ക് ഇനി എന്തെങ്കിലും സംസാരം ഇപ്പം എന്തെങ്കിലും നമുക്ക് അറിയാനുള്ളതൊക്കെ എന്തായാലും ഡെലിവറി കഴിഞ്ഞിട്ട് എന്തായാലും വീഡിയോ ചെയ്യുമ്പോൾ അതിൻ്റെ കൂട്ടം നമ്മൾ സംസാരിക്കാം. ഇപ്പം എന്തായാലും ഇത്രയൊക്കെ ഉള്ളൂ. ഇപ്പം നമ്മൾ ടോട്ടല് വേറെ ഒന്നുമില്ല. ഇപ്പം നമ്മൾ വളകാപ്പിൻ്റെ കാര്യം പറഞ്ഞല്ലോ, വളകാപ്പ് എന്തായാലും വേഗം നടത്താം. ഇനിയിപ്പോൾ അതിനകത്ത് ടൈം ഉണ്ടാവില്ല. ഇനിയിപ്പോൾ 3 ആഴ്ച പറഞ്ഞല്ലോ, പക്ഷെ 3 ആഴ്ച പറഞ്ഞാലും അതിൻ്റെ ഉള്ളിൽ ലോങ് ഡിസ്റ്റൻസ് ആയ കാരണം എല്ലാവർക്കും വരാൻ പറ്റും എന്നുള്ളതാണ് എനിക്ക് ആകെ. പിന്നെ പറഞ്ഞാൽ ഇപ്പം എല്ലാവരും വിളിച്ച് നടത്താനും ഇതാവില്ല. കാരണം എന്താ വെച്ചിട്ട് ഭാവയായി കഴിഞ്ഞാൽ പിന്നെ 28 നമ്മൾ പരിപാടി വേറെ നടത്തണമല്ലോ. അപ്പം അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നത് എന്താ വെച്ചാൽ ഇത് കുറച്ച് കസിൻസിനെയൊക്കെ വിളിച്ചിട്ട് ചെറിയൊരു പരിപാടി, അതിനുശേഷം നമുക്ക് വേണമെങ്കിൽ ഇപ്പൊ എന്താ പറയുക 28 സമയത്ത് നല്ല അടിപൊളിയാക്കിട്ട് കഴിക്കാം അല്ലേ? അതാണ് വിചാരിക്കണം. 28 എന്തായാലും ഉണ്ണി ഉണ്ടായിട്ടുള്ള ഒരു ചടങ്ങല്ല. അപ്പൊ എന്തായാലും നന്നാക്കി കഴിക്കണം. ബാക്കി പിന്നെ കസിൻസ് ആയിട്ട്, കാരണം ലോങ് ഡിസ്റ്റൻസ് ആണ്. ഇപ്പൊ ഇവിടുന്ന് ഇപ്പൊ അവിടെ വളക്കാപ്പ് വെക്കണ വെച്ചെങ്കിൽ ഇവിടുന്ന് എന്തായാലും വരും എന്റെ അമ്മയച്ഛനും ചേച്ചിയും ചേരണം. കസിൻസിനൊന്നും വരാൻ പറ്റില്ല, കാരണം കുറെ ദൂരം ഉണ്ടല്ലോ. അത് കാരണം അവരൊന്നും ഉണ്ടാവില്ല. അപ്പൊ അതേപോലെ തന്നെയാണ് അവിടുത്തെ സിറ്റുവേഷനും. കുറച്ച് പേർക്ക് വരാൻ പറ്റും, എല്ലാവർക്കും ലോങ് ഡിസ്റ്റൻസ് ഉള്ള കാരണം 4 മണിക്കൂറെങ്കിലും നമ്മൾ പിടിക്കും. അത് കാരണം എല്ലാവർക്കും വരാൻ ബുദ്ധിമുട്ടാക്കണ്ടെന്നുള്ളൊരു ഇതുകൊണ്ട് എന്തായാലും നോക്കട്ടെ. പരിപാടി നോക്കി നടത്തണം. പിന്നെ ബാക്കിയുള്ള നിങ്ങൾ ചോദിച്ച് ഇപ്പം നമ്മള് പറഞ്ഞ് ബാക്കിയുള്ള ഓരോന്നായിട്ട് ഇപ്പൊ പറയാം അല്ലേ? അപ്പൊ നമ്മുടെ വീഡിയോ നമുക്ക് നിർത്താട്ടോ, കാരണം നല്ല ലെങ്ത് ആയിട്ടുണ്ട്. അപ്പോൾ ബൈ.